വെൽക്കം ബാക്ക് ടു എഡ്കോം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന ചാപ്റ്റർ 1-ന്റെ 3rd പാർട്ടാണ്. ഓൾറെഡി 2 പാർട്ടുകൾ അപ്ലോഡഡ് ആണ്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറി അത് കാണുക. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ്, അതായത് നോൺ ആനുവൽ കോമ്പൗണ്ടിങ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ നമ്മളവിടെ ഫ്യൂച്ചർ വാല്യൂ കാണാനുണ്ടായിരുന്നു. ഫ്യൂച്ചർ വാല്യൂ കാണുമ്പോൾ നമ്പർ ഓഫ് ഇയർ അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതില് അവിടെ നമ്പർ ഓഫ് ഇയർ, ഒരു വർഷത്തിലാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നത്. ഒരു വർഷത്തിൽ ഒരു തവണ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. Okay, it is assumed that the time period n is 1 year and the interest is compounded annually. പക്ഷേ ഈ മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ് എന്ന് പറയുമ്പോൾ നോൺ ആനുവൽ കോമ്പൗണ്ടിങ്, അത് ഒരു വർഷത്തിൽ ഒരു തവണ അല്ല ഇൻട്രസ്റ്റ് കിട്ടുന്നത്, ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ ഇൻട്രസ്റ്റ് കിട്ടുന്നു. അതാണ് മൾട്ടിപ്പിൾ കോമ്പൗണ്ടിങ് പീരീഡ്. അവർ ഇൻട്രസ്റ്റ് മേ ഓൾസോ ബി കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഓർ മന്ത്ലി. ഇൻട്രസ്റ്റ് ചിലപ്പോൾ എന്താ ചെയ്യാം, 6 മാസം കൂടുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 6 മാസത്തിന്റെ പകുതി 3 മാസം കൂടുമ്പോൾ ആണ് ക്വാർട്ടർലി. അതായത് 3 മാസം കൂടുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ എത്ര കിട്ടും, 4 തവണ കിട്ടും. കണ്ടില്ലേ ആ ഒരു സിസ്റ്റം. അപ്പൊ ഒരു വർഷത്തിൽ ക്വാർട്ടറിലേക്കാണെങ്കിൽ ഒരു വർഷത്തിൽ 4 തവണ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ ഒരു മെത്തേഡ്, ആ ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റ് കിട്ടൂല. അപ്പൊ അതിന് നമുക്ക് ആ ഒരു ഇക്വേഷൻ സ്പെഷ്യൽ നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ FV ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു 1 + R റേസ് ടു n ആയിരുന്നു കഴിഞ്ഞത്. ഇവിടെ 1 + R ഡിവൈഡ് ബൈ M ഇൻറ്റു n. അപ്പൊ M ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ M എന്താണ് പറയണത്? M ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര കോമ്പൗണ്ടിങ് പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ വർഷത്തിൽ എത്ര തവണ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ P എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ അടക്കുന്ന എമൗണ്ട്. നമ്മളൊരു ബാങ്കിൽ ഒരു 1000 നമ്മൾ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. n നമ്പർ ഓഫ് ഇയർ ആണ്, എത്ര വർഷത്തേക്കാന്നുള്ളത് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് വാല്യൂ വെൻ 10,000 is invested for 3 years. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. 10,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 8% ആണ് ഇൻട്രസ്റ്റ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടപ്പോൾ സിംഗിൾ പീരീഡിലാണെങ്കിൽ ഓക്കെ, ഇത് കോമ്പൗണ്ടിങ് പീരീഡിലാണ് അത്രയുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കോമ്പൗണ്ടഡ് ഓൺ ക്വാർട്ടർലി ബേസിസ്. ക്വാർട്ടർലി ബേസിസിലാണ് ഇത് കോമ്പൗണ്ട് ചെയ്യുന്നത്. കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞത് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നത് ക്വാർട്ടർലി ബേസ് ആണ്. ഓക്കെ, അപ്പോ ക്വാർട്ടർലി ബേസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു വർഷത്തിൽ 4 തവണ എന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇക്വേഷൻ നോക്കി വെക്കാം, മറക്കരുത്. ഇക്വേഷന്റെ കേസിലേക്ക് വരണം. ഇക്വേഷൻ എന്തായിരുന്നു? നന്നായി ശ്രദ്ധിക്കണേ, നോട്ട് ചെയ്തണേ, എല്ലാം നോട്ട് ചെയ്ത് പോകണം, കറക്റ്റ് ഫോളോ ചെയ്യണം, എന്നാലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറക്കും പഠിച്ചത്. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലത്തെ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക, അതാവും നന്നാവുക. ഓക്കെ, എനിവേ നമുക്ക് ഇക്വേഷൻ വരാം. ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിരുന്നു? FV ഈക്വൽ ടു P ഇൻറ്റു 1 + R റൈസ് ടു R ഡിവൈഡ് ബൈ n റൈസ് ടു mn അല്ലെ? സോ അതാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ തന്നിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ആ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. സോ ഇവിടെ FV ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്കറിയാം 10,000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 8% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 8% എന്ന് പറയുമ്പോൾ 8/100, 10% പറയുമ്പോൾ 10/100. ഓക്കെ, അപ്പൊ 8/100 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.08 ആണ്. ഓക്കെ ആണല്ലോ?
അപ്പൊ 0.08 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ കൊടുക്കുന്നത്? 4 തവണയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആണല്ലോ. ദെൻ എം ഇൻറ്റു എൻ, എം 4 ഇൻറ്റു എൻ എത്രയാണ്? നമ്പർ ഓഫ് ഇയർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തില്ലെങ്കിൽ നമ്പർ ഓഫ് ഇയർ 3 വർഷമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചെയ്യണം നമുക്ക്. അപ്പോ ഇവിടെ 10 സ്റ്റെപ്പ് വരുന്നത് 10,000 ഇൻറ്റു ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഒരു പക്ഷെ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്നതിൽ ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1 പ്ലസ് 0.08 ഡിവൈഡ് ബൈ 4 ബ്രാക്കറ്റിനുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ആദ്യം ഡിവിഷൻ ഉണ്ട്. അവിടെ 0.08 ഡിവൈഡ് ബൈ 4 ഉണ്ട്. അപ്പൊ 1 പ്ലസ് 0.08 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 0.02 ആണ്. 0.02 ആണ്. സോ 0.02. അപ്പോൾ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു. ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്നതാണ് 0.02. ഓക്കെ, റേസ് ടു 4 ഇൻറ്റു 3 12. ഓക്കെ ആണല്ലോ. സോ 10,000 ഇൻറ്റു 1.1 പ്ലസ് 0.02 1.02 റേസ് ടു 12. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യാം? 1.02ന്റെ റേസ് ടു കാണാം, റേസ് ടു 12 കാണാം. റേസ് ടു 12 കാണാന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ലാതെ ഇങ്ങനെ ഗുണിച്ച് പോകേണ്ട ആവശ്യമില്ല, മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു ഓൺ ദിസ് കാൽക്കുലേറ്റർ. സോ അപ്പൊ 1.02ന്റെ റേസ് ടു 1.2684 ആണ്. അപ്പൊ 10,000 ഇൻറ്റു 1.2684 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12,682 നമുക്ക് അതിന് ആൻസർ കിട്ടും. അതാണ് ഫ്യൂച്ചർ വാല്യൂ. നമുക്ക് 10,000 ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ മാസവും നമുക്ക് 4 തവണ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ 12,682 രൂപയാണ് ടോട്ടൽ വരിക. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ടോട്ടൽ കൂടി കഴിഞ്ഞതിൽ നമ്മൾ 12,500 സംതിങ് ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ 12,682 വന്നിട്ടുണ്ട്. സോ അതേപോലെയാണ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ ടേബിള് കോമ്പൗണ്ട് ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. കോമ്പൗണ്ട് ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ജസ്റ്റ് നോക്കണം കോമ്പൗണ്ട് ടേബിൾ വെച്ചിട്ട്. അപ്പോൾ കോമ്പൗണ്ട് ടേബിൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കാനുണ്ട്. അവിടെ കോമ്പൗണ്ട് ടേബിൾ ഒരു കേസിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്പർ ഓഫ് ഇയർ നോക്കണം. നമ്പർ ഓഫ് ഇയർ നമുക്കറിയാം ഇവിടെ, അതായത് നമ്പർ ഓഫ് ഇയർ മീൻസ് അവിടെ 4 ഇൻറ്റു 3 അതാണ് നമ്പർ ഓഫ് ഇയർ 12. ഓക്കെ, നമ്പർ ഓഫ് ഇയർ 4 ഇൻറ്റു 3 12 വർഷത്തേക്കാണ് കണക്കാക്കേണ്ടത്. അതായത് 12 വർഷത്തിൽ കണക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർഷം ശരിക്കും 3 വർഷമുള്ള, പക്ഷെ ഒരു വർഷം 4 തവണ കിട്ടുന്നുണ്ട്. അങ്ങനെ 3 അങ്ങനെ ടോട്ടൽ 12 അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അതിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. 8/4 2% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ? 8/4 അതായത് 8% ഇൻട്രസ്റ്റ് 4 തവണ കിട്ടുന്നുണ്ട്. സോ 8/4 2% ഇപ്പൊ 2%. അപ്പൊ 2%ഉം അതായത് 12 ഇയർ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ കോമ്പൗണ്ട് ടേബിളിൽ നമ്മൾ നോക്കേണ്ടത്. കോമ്പൗണ്ട് ടേബിളിലേക്ക് വരുമ്പോൾ ലെറ്റ്സ് ചെക്ക് ഓൺ കോമ്പൗണ്ട് ടേബിൾ. ഓക്കെ, കാണാൻ പറ്റും. എത്ര വർഷമാണ് പറഞ്ഞത്? 12 ആണ്. 12 എത്ര പെർസെൻറ്റേജ് ആ? 2% അല്ലേ? ഇതാ 1.268 കണ്ടില്ലേ? 1.268 ഉണ്ടല്ലേ?
ദെൻ അപ്പോൾ 1.268 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ചെയ്യേണ്ടത്? 1.268 ഇൻറ്റു 10,000, അപ്പൊ 12,682 കിട്ടും. ഓക്കെ അല്ലേ? സോ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ നാലാമത്തെ പ്രോബ്ലം നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. മിസ്റ്റർ എ ഡെപ്പോസിറ്റ് ₹10,000 at the rate of 10% compounded on quarterly basis for 2 years. What would be the amount of at the time of maturity? അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായതാണ് ആ കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഡബ്ലിംഗ് പീരീഡിന്റെ ഈ ഒരു കേസ്, ഡബ്ലിംഗ് പീരീഡ് കോമ്പൗണ്ട് വാല്യൂ ടേബിൾ ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഡബ്ലിംഗ് പീരീഡ്. ഡബ്ലിംഗ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കോമ്പൗണ്ട് ടേബിൾ ഉപയോഗിക്കാം. എന്താ ഡബ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഡബ്ലിംഗ് പീരീഡ് ഈസ് ദ ലെങ്ത് ഓഫ് പീരീഡ് ഇൻ വിച്ച് ആൻ എമൗണ്ട് ബിക്കം ഡബിൾ അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ലെങ്ത് ഓഫ് പീരീഡ് ആണ്, പീരീഡിന്റെ ലെങ്ത് ആണ് ഡബ്ലിംഗ് പീരീഡ്. ഇൻ വിച്ച് ആൻ എമൗണ്ട് ബിക്കം ഡബിൾ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര വർഷം കഴിയുമ്പോഴാണ് ഡബിൾ ആവുക, ഇരട്ടി ആവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡബിൾ അറ്റ് എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ തന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് ഇരട്ടി. അപ്പൊ നമ്മൾ 1,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ബാങ്കിൽ, 10% ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് വിചാരിച്ചാൽ അത് ഇരട്ടി, ആ എമൗണ്ട് ഇരട്ടിയാകുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അതാണ് ഡബിളിംഗ് പീരിയഡ്. അത് കണ്ടെത്താനാണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്തമാറ്റീഷ്യൻസ് ചില റൂൾസുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് 72 റൂൾ ഉണ്ട്. ഡബിളിംഗ് പീരിയഡ് ഇസ് കാൽക്കുലേറ്റ് ആസ് ഫോളോസ്. ഡബിളിംഗ് പീരിയഡ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ റൂൾ ഓഫ് 69 ഉണ്ട്. 69 ആകുമ്പോൾ 0.35 പ്ലസ് 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ഇതേപോലെ ഒരു അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. ഇഫ് എ ഡെപ്പോസിറ്റ് ആൻ എമൗണ്ട് ഓഫ് 10,000 അറ്റ് 6% ഇൻട്രസ്റ്റ്. അത് എമൗണ്ട് 10,000 രൂപയുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, 6% ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് അല്ലെ? 6% ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. സോ in how many years will this amount double? എത്ര വർഷം കഴിഞ്ഞാലാണ് ഈ ഒരു എമൗണ്ട് ഡബിൾ ആവുക? വർക്ക്ഔട്ട് ദ പ്രോബ്ലം ബൈ യൂസിങ് ദി റൂൾ ഓഫ് 72 ആൻഡ് റൂൾ ഓഫ് 69. ആ രണ്ട് റൂൾ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ അതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തതിന്റെ ശേഷമാണ് ആൻസറിലേക്ക് വരേണ്ടത്. ക്വസ്റ്റ്യൻ മറക്കരുത്, ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്യുന്നത് റൂൾ ഓഫ് 72 ഫോളോ ചെയ്ത് നോക്കി പറഞ്ഞാൽ, റൂൾ ഓഫ് 72 നോക്കല്ലേ? അപ്പോ 72 ബേസ് ചെയ്തിട്ട് 72 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആ പറഞ്ഞിട്ട് 72 ഡിവൈഡ് ബൈ 6 അല്ലെ? അപ്പോ ഇവിടെ 72 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലേ? അത് 72 ഡിവൈഡ് ബൈ 6. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണ്. അപ്പൊ 6% 72 ഡിവൈഡ് ബൈ 6, സോ എത്ര കിട്ടും? 12 ഇയർ. അപ്പൊ 12 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ഇരട്ടിയാവും. അപ്പൊ റൂൾ ഓഫ് 72 പ്രകാരം അങ്ങനെയാണ് അത് ചെയ്യാം. ഇനി റൂൾ ഓഫ് 69 എങ്ങനെ? 69 പ്രകാരം അല്ലെ? അതിന്റെ റൂൾ എന്താ? 69 ഡിവൈഡ് ബൈ അതിന്റെ മുമ്പ് എന്തുണ്ട്? 0.35 പ്ലസ് 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ? സോ 0.35 പ്ലസ് 69 ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആദ്യം ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എത്ര 6 അല്ലേ വരണമെന്ന് പറഞ്ഞുതരാം. 0.35 പ്ലസ് 69 ഡിവൈഡ് ബൈ 6. അപ്പൊ 69 ഡിവൈഡ് ബൈ 6 ആദ്യം ചെയ്യണം അല്ലെ? ആദ്യം ചെയ്യണം, എന്നിട്ട് പ്ലസ് ചെയ്യാൻ പാടുള്ളേ. മറക്കരുത്, ആ സ്റ്റെപ്പ് ഒക്കെ മറക്കരുത്. അത് അങ്ങനെയാണ് ബോർഡ് മാസ് റൂൾ പ്രകാരം. സോ 69 ഡിവൈഡ് ബൈ 6 അത് ചെയ്യാം. 69 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ 11 ഈക്വൽ ടു 11.5 ആണ്. സോ 0.35 പ്ലസ് 11.5 നമുക്ക് ആൻസർ കിട്ടുക 11.85 ആണ്. ക്യാൻസർ കിട്ടുക 85 ഇയേഴ്സ്. അതായത് ഏകദേശം ഇത്ര വർഷമായി? 12 വർഷം തന്നെ ആയി അല്ലെ? 12 വർഷം തന്നെ ആയി. റൂൾ ഓഫ് 69 ഉപയോഗിച്ചാലും ഏകദേശം ആ ഒരു എമൗണ്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ അല്ലെ? ഇവിടെയും 12 വർഷം വന്നിട്ടുള്ളത്. സോ അതാണ് ഡബിളിംഗ് പീരീഡ്. അപ്പോൾ 12 വർഷം കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു എമൗണ്ട് ഡബിൾ ആവുക. ഓക്കെ അല്ലേ?